BSc കെമിസ്ട്രി വിദ്യാർത്ഥിനിയായ കാതറിൻ്റെ സംശയം ISROയിൽ ജോലി കിട്ടാൻ എന്ത് ചെയ്യണമെന്നാണ്. ISROയിൽ ജോലി കിട്ടാൻ അവർ ആപ്ലിക്കേഷൻ ക്ഷണിക്കുമ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പിച്ച് എക്സാം എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ BSc കെമിസ്ട്രി വെച്ചിട്ടുള്ള ജോലികളുണ്ട്. അതുപോലെ MSc കഴിഞ്ഞാൽ കൂടുതൽ അവസരങ്ങളുണ്ട്. MSc കെമിസ്ട്രി ഫിസിക്സ് ഒക്കെ പഠിച്ചവർക്ക് കൂടുതൽ അവസരങ്ങളുണ്ട്. ഇനി PhD ചെയ്താലും സാധ്യതകളുണ്ട്. പിന്നെ ഗേറ്റ് പരീക്ഷ വഴി, അതായത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് ഉണ്ടായിരുന്ന പരീക്ഷയാണ് ഗേറ്റ്. ഇപ്പോൾ BSc പഠിക്കുന്നവർക്ക് എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഗേറ്റിലൊക്കെ ഉയർന്ന സ്കോർ കിട്ടുന്ന കുട്ടികളെ ISRO എടുക്കാറുണ്ട്. പിന്നെ ISRO പ്രത്യേകിച്ച് BTechകാർക്ക്, ഇപ്പം മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ച കുട്ടികളെ ട്രെയിനി ഗ്രാജുവേറ്റ്സിനെ വിളിക്കാറുണ്ട്. അപ്പോൾ ഗേറ്റിൽ ഉയർന്ന സ്കോർ കിട്ടുന്നവർക്കും ജോലികളുണ്ട്. പിന്നെ അവർ അങ്ങനെ അപേക്ഷ ക്ഷണിക്കുമ്പോൾ ഇപ്പോൾ കൂടുതൽ എനിക്ക് തോന്നുന്നു BTechകാർക്കാണ് കുറച്ചുകൂടി കൂടുതൽ അവസരം. BTech, പോളിടെക്നിക്ക്, ITI പഠിച്ചവർക്കുമൊക്കെ ISROയിൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ MSc ഒക്കെ പഠിച്ച് അങ്ങനെ ഒരു ഇതുള്ളവർക്കാണ് കൂടുതൽ BTechകാർക്കും ഒക്കെ BTechനും MScക്കൊക്കെ സാധ്യതകളുണ്ട്. പിന്നെ അല്ലാതെ ഒരു വഴി എന്ന് പറയുന്നത് ISROയിൽ ഇപ്പം ജോലി കിട്ടാനൊരിത് IIST എന്ന് പറയുന്ന ISROയുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക്, അത് JEE അഡ്വാൻസ്ഡ് എഴുതി മികച്ച സ്കോർ കിട്ടുന്നവർക്കാണ് അവിടെ BTech പഠിക്കാൻ അവസരമുള്ളത്. അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഠനശേഷം ISROയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിരവധി വഴികളുണ്ട്. ഇപ്പം ISRO എന്ന് പറയുന്ന സ്ഥാപനം ശാസ്ത്രജ്ഞന് മാത്രമല്ല, അവിടെ അക്കൗണ്ടൻറ്റുമാർക്കായിട്ട് ജോലി ചെയ്യാൻ സാധിക്കും. ഇനി അവരുടെ ഈ ക്ലിനിക്സിലൊക്കെ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഇങ്ങനെ കുക്കായിട്ട് ക്യാൻറ്റീനിൽ കുക്കുണ്ട്. അപ്പോൾ പല മേഖലകളിൽ പഠിച്ചവർക്കൊക്കെ ISROയിൽ ജോലി ചെയ്യാൻ സാധിക്കും. പക്ഷെ നിങ്ങളൊരു ടെക്നിക്കൽ മേഖലകളിൽ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് അങ്ങനെയൊക്കെ ആണെങ്കിൽ BSc, MSc പോലുള്ള യോഗ്യതകൾ BTech, പോളിടെക്നിക്ക്, ITI ഒക്കെ പഠിച്ചവർക്കാണ് അവസരങ്ങളുള്ളത്. നിങ്ങളുടെ കരിയർ സംബന്ധമായ സംശയങ്ങൾ കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.